അല്ല, ഇപ്പോൾ CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിൻ്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ്. പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്തവർ, ബൈക്കെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90%ത്തെയും ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായി വണ്ടി തടഞ്ഞു നിർത്തുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക. എന്തിനേറെ പറയുന്നു, ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക. റിയർ മിറർ ഒരു സൈഡിലില്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക. ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനെതിരാക്കിയതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡറാണ്. അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല, പാർട്ടി അതിലേക്ക് പോകുന്നുമില്ല, പാർട്ടിക്ക് അത് കേൾക്കും വേണ്ട. സഖാക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു വ്യക്തി ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല. CPM-ൻ്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത്, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് MLA പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ 2 അടി എക്സ്ട്രാ ആണ്. CPM-കാരൻ്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് 500 ആണെങ്കിൽ അവർക്ക് 1000 ആ അനീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് അട്ടിമറിക്കാൻ നോക്കുക. അപ്പം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിംഗാണ്. 2 രാഹുൽ കുടുംബത്തിൻ്റെ, ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രീണന അവിടെ LDF നടത്തിയത്? ഈ പറയുന്ന 40,000 50,000 കേസ് മലപ്പുറത്ത് ബുക്ക് ചെയ്താണോ പ്രീണനം? ഇതാണോ പ്രീണനം? ആ പ്രീണനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന്. അപ്പൊ തെറ്റായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിക്കുകയും ആ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും RSS-ഉം BJP-യുമായി ഒരു ചങ്ങാത്തത്തിൽ എത്തണമെന്ന് CPM ലീഡർഷിപ്പിലെ പിണറായി അടക്കമുള്ള ചില ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പൊ അവരുമായി ചങ്ങാത്തത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം പബ്ലിക്കായി പറയണം. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ പിണറായി ആ ഹിന്ദുവിന് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ്സ്. എൻ്റെ കേരളത്തിലൊരു മലയാള പത്രത്തിന് നൽകാഞ്ഞത്? കേരളത്തിലെ മലയാള പത്രങ്ങൾക്ക് നൽകിയാൽ ഈ വാർത്തയും ഡൽഹിയിലേക്ക് പോകുമല്ലോ. ഇതും ഡൽഹിയിലെ എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ PND ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അസസ് ചെയ്ത് കൊടുക്കുമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷെ അതൊന്നും പാടില്ല. നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുവിൽ വന്ന് നാളെ BJP RSS നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിലെത്തണം. അപ്പം എന്താ, പിണറായി സ്റ്റാൻഡൊക്കെ മാറിയിട്ടുണ്ട്. പിണറായിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതാ ഹിന്ദുവിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണം. അതിനപ്പുറത്ത് അതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. അല്ല, ജില്ലയിലല്ലേ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. സംസ്ഥാനത്ത് ഒട്ടാകെ ക്യാമ്പയിൻ തുടങ്ങിയല്ലോ. PV അൻവർ വർഗീയവാദി, PV അൻവർ കള്ളക്കടത്തുകാരൻ, PV അൻവർ കൊലയാളി. നീ എന്താ പറയാൻ ബാക്കിയുള്ളത്? അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് തടയിടാന്ന് യാഥാർത്ഥ്യങ്ങൾ, സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പോൾ ഇന്ന് അവരുടെ കൈകളിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു RSS BJP പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജും ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേയിരിക്കല്ലേ CPM. അതിനല്ലേ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും. അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കക്ഷിയെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക അവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിടും.
സ്വാഭാവികമല്ലേ? അതിൻ്റെ ഭാഗമായിട്ടില്ല ചോദ്യം. അതൊക്കെ ഒരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവരത്ര ബുദ്ധിയില്ലെങ്കിലും പി വി അൻവറിന് ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ പറഞ്ഞാണ്. ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേര് പറയണോ? ഒരു ഉദ്ദേശിക്കുന്നത് അതാ. പോട്ടെ.